സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭന്റെ 148ാം ജയന്തി ആഘോഷങ്ങൾ പെരുന്നയിൽ രമേശ് ചെന്നിത്തല MLA ഉദ്ഘാടനം ചെയ്തു. ശൂന്യതയിൽ നിന്ന് സമുദായത്തെ പടുത്തുയർത്തിയ വ്യക്തിയാണ് മന്നത്ത് പത്മനാഭനെന്നും മതനിരപേക്ഷതയുടെ ശ്രേഷ്ഠവും കുലീനവുമായ ബ്രാൻഡാണ് NSS എന്നും ചെന്നിത്തല പറഞ്ഞു. കോൺഗ്രസുകാരനായ അല്ല ചെന്നിത്തലയെ ക്ഷണിച്ചതെന്നും ചെന്നിത്തലയുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് NSSന് നേട്ടമുണ്ടാക്കേണ്ടതെന്നും ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പറഞ്ഞു. നീണ്ട 11 വർഷത്തിനു ശേഷമാണ് രമേശ് ചെന്നിത്തല NSS ആസ്ഥാനത്തെത്തുന്നത്. പിണക്കം മറന്ന് NSS രമേശ് ചെന്നിത്തലയെ വീണ്ടും ജയന്തി സമ്മേളന വേദിയിലേക്ക് ക്ഷണിച്ചത് ചർച്ചയായിരുന്നു. രാവിലെ പെരുന്നയിലെത്തിയ രമേശ് ചെന്നിത്തല മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ രംഗത്ത് ആവശ്യമായ ഘട്ടങ്ങളിൽ NSS നേതൃത്വം ഇടപെടുന്നത് ആശാവഹമാണെന്നും മന്നത്തിന്റെ അദൃശ്യമായ ഊന്നുവടി G. സുകുമാരൻ നായരുടെ കയ്യിലുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു. പറഞ്ഞത് ഇങ്ങനെ, മന്നത്തിന് വയസ്സായി ഇനി വടിയും കുത്തി നടന്നോട്ടെ എന്ന് വിചാരിച്ചാണ് ഈ സമ്മാനം തെറ്റിപ്പോയി. മന്നത്തിന് വയസ്സാവുകയില്ല. സമുദായത്തിന് നേരെ വരുന്ന ഓരോ തല്ലും തടുക്കാനും പകരം കൊടുക്കാനും വേണ്ടി ഈ വടി ഞാൻ സ്വീകരിക്കുന്നു. അദൃശ്യമായ ഈ വടി ശ്രീ G. സുകുമാരൻ നായരുടെ കൈകളിൽ ഉണ്ടോ എന്ന് വിശ്വസിക്കുകയാണ്. NSS പ്രസിഡന്റ് ഡോക്ടർ M. ശശികുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ K. ഫ്രാൻസിസ് ജോർജ് MP അനുസ്മരണ പ്രഭാഷണം നടത്തി. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ, മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ, P. K. കൃഷ്ണദാസ്, AN രാധാകൃഷ്ണൻ, PC ജോർജ് തുടങ്ങിയവർ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തി. ജനം, കോട്ടയം.